സംഭാഷണ പറഞ്ഞതായ വിഷയമാണ് ഇന്ന് ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. संतोष ने बताया हुआ उसी विषय को मैंने आज वचन का सेवकाई में चुन लिया है. പെന്തക്കോസ്തിന്റെ ആരാധനയിൽ നിന്ന് മൂല്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വിഷയമാണ് ഈ രോഗശാന്തി എന്നുള്ളത്. पेंतकोस्त की आराधना का जो मूल्य है वो नष्ट होते हुए एक अवस्था है, ये बीमारी से जो चंगाई प्राप्त करना. ഒരു 40 വർഷത്തിന് മുമ്പ് വരെയുള്ള ആത്മീകരായ ദൈവദാസന്മാരുടെ ലക്ഷ്യം രോഗശാന്തി എന്നുള്ളതായിരുന്നു. 40 साल की पहले का जो परमेश्वर का सेवक लोग है उनका एक ही लक्ष्य था कि बीमारी से चंगाई. അന്ന് ബൈബിൾ സ്കൂളുകൾ ഉണ്ടായിരുന്നു. ബൈബിൾ സ്കൂളുകൾ उस समय बाइबल स्कूल होते थे, ബൈബിൾ സ്കൂളിൽ ഞാൻ പഠിച്ചതാണ്. क्योंकि बाइबल स्कूल में परमेश्वर के दास पढ़ा हुआ है. അസുഖം വന്ന് വിറച്ച് കിടുകിട തുള്ളി വന്നിരിക്കുന്ന പിള്ളാര് ദൈവത്തിന്റെ വചനം പറഞ്ഞ് കേൾക്കുമ്പോൾ രോഗശാന്തി പ്രാപിക്കുന്നത് എന്റെ ക്ലാസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. जब बीमारी होकर पूरा शरीर कांपते हुए उन्हें बैठ नहीं सकते हुए ऐसा उछलता हुआ अवस्था में जो क्लासरूम में आके बैठा हुआ लोग वचन सुनने के समय चंगाई पाया हुआ प्रभु के दास अपने क्लासरूम में देखा हुआ है. അങ്ങനെ രോഗശാന്തി പ്രാപിച്ച സഹോദരിമാരും സഹോദരന്മാരും കർത്താവിന്റെ വേലയിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. वैसा ही परमेश्वर के सेवकाई करते हुए परमेश्वर के दास दासी लोग आज भी सेवकाई में है. ഇന്ന് ബൈബിൾ കോളേജുകളും യൂണിവേഴ്സിറ്റിയും ആയപ്പോൾ ഈ ഒരു മൂല്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. आज बाइबल कॉलेज और यूनिवर्सिटी होने के नाते ये सब जो मूल्य है, जो मेन जो बात है वो नष्ट हो गया है. കാരണം എന്താന്ന് ചോദിച്ചാൽ അവർക്ക് ഡിഗ്രി വേണം, ഇംഗ്ലീഷും വേണം, അതിനു വേണ്ടിയാണ് അവർ ബന്ധപ്പെടുന്നത്. कारण क्या है, उन सभी को जब जो पद चाहिए या डिग्री चाहिए और जो अंग्रेजी भी चाहिए, इसी कारण ये नष्ट हो रहा है. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് എനിക്ക് ദൈവം തന്ന ദർശനപ്രകാരം ഈ ഭാഗങ്ങൾ തന്നെ ചിന്തിച്ചാൽ വളരെയധികം ചിന്തിക്കാനുണ്ട് രോഗശാന്തി എന്നുള്ള വിഷയം. मुझे परमेश्वर ने जो दिया हुआ अनुसार परमेश्वर के वचन की ओर से मुझे बातें करना है, तो बहुत सारे बातें मेरे जीवन में है ये इस विषय के बारे में बात करने को. ഞാൻ ഈ ഗ്രൂപ്പിനകത്ത് റാണി എന്നുള്ള ശബ്ദം എന്ന് പറയുന്ന ഒന്ന് ഇടുന്നുണ്ട്. मैं इस ग्रुप में रानी का शब्द है करके एक संदेश डालता हूँ. 6 വർഷത്തിലധികമായത് ആരംഭിച്ചിട്ട് 6 साल के ऊपर हुआ है वो शुरू करके. അതിനകത്ത് വെളിപ്പാട് പുസ്തകം ശുശ്രൂഷിക്കാൻ തുടങ്ങിയിട്ട് ആഗസ്റ്റ് മാസം 10-ാം തീയതിയാണ് തുടങ്ങിയത്. ആഗസ്റ്റ് 10. अगस्त 10वां तारीख से प्रकाशित वाक्य के बारे में क्लास शुरू किया हुआ है. എല്ലാ ദിവസവും ദൈവത്തിന്റെ കൃപയാൽ അത് മുടങ്ങാതെ നടത്താൻ ദൈവം കൃപ തന്നു. हर दिन रुकना जाते हुए वो चलाने के लिए परमेश्वर ने मुझे अवसर देते हैं. 16,000 പേരിലധികം എന്റെ ശബ്ദം ശ്രവിക്കാനായിട്ടുണ്ട്. 16,000 से भी ज्यादा लोग मेरे आवाज सुनने के लिए है. ഞാനത് ദൈവത്തിന്റെ വചനത്തെന്ന് പറയുന്നത് കൊണ്ടാണ് അതിന് ശ്രോതാക്കൾ ഉണ്ടാകുന്നത്. मैं परमेश्वर के वचन से बोलने के कारण सुनने के लिए लोग आ रहा है. രോഗശാന്തി എന്നുള്ള ഒരു വിഷയത്തെ നമ്മൾ ചിന്തിച്ചാൽ അത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. बीमारी का जो चंगाई के बारे में अगर हम विचार करेंगे तो एकदम गंभीरता का एक वचन है. യേശു ലോകത്തിൽ വന്നത് എന്തിനാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, പിശാചിന്റെ കെട്ടുകളെ അഴിപ്പാനല്ലോ ദൈവപുത്രൻ ഭൂമിയിൽ വന്നത്. यीशु मसीह इस दुनिया में क्यों आया करके पूछेगा तो मैं ये बोलूंगा जो शैतान की बंधनों से मुक्ति देने के लिए या बंधन को खोलने के लिए मनुष्य के पुत्र इस दुनिया में आया है. അപ്പോൾ പിശാച് ബന്ധിക്കും എന്നുള്ളത് പറഞ്ഞത് കർത്താവാണ്. तो शैतान बांधेंगे या बंधन में डालेंगे, ये बातें बोला हुआ प्रभु यीशु मसीह है. അത് പഴയ നിയമകാലത്ത് മോശയ്ക്ക് ശേഷമാണ് ഈ രോഗശാന്തി എന്നുള്ളൊരു വിഷയം ആരംഭിക്കുന്നത്. यूनानिया में मूसा के बाद ये बीमारी और बीमारी का जो चंगाई के बारे में कहते हैं. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ഭാഗത്ത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. क्योंकि व्यवस्था विवरण 28 अध्याय उसके दूसरा भाग में आज हमारे जीवन में आते हुए जो बीमारियों के बारे में लिखा हुआ है.
ആ യെശയ്യാ പ്രവാചന പുസ്തകം 53-ാം അധ്യായത്തിൽ കർത്താവ് രോഗശാന്തി തരുന്നതിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. यशायाह 53 अध्याय में परमेश्वर बीमारी का चंगाई देते हुए उसी के बारे में लिखा हुआ है। അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. यशायाह 53 अध्याय उसकी 5वां आयत में ऐसा लिखा है कि परंतु वह हमारा ही अपराधों के कारण घायल किया गया, वह हमारे अधर्म के कामों के हेतु कुचला गया, हमारी ही शांति के लिए उस पर ताड़ना पड़ी कि उसके कोड़े खाने से हम चंगे हो जाए। 4-ാം വാക്യത്തിൽ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്നാണ് എഴുതിയത്. 4 आयत में लिखा है निश्चय उसने हमारी रोगों को सह लिया, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു എന്ന് എഴുതിയിരിക്കുന്നു. और हमारे ही दुखों को उठा लिया है। അത് 1 പത്രോസിന്റെ ലേഖനം 2:23-24 ആ കാര്യം എഴുതിയിട്ടുണ്ട്. पहले पत्रोस की पत्री में 2 के 24वां आयत में भी ये बातों को लिखा है। വേദപുസ്തകത്തിൽ പഴയ നിയമകാലത്ത് രോഗശാന്തിയുടെ കാര്യം ഒരുപാട് ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്. जो परमेश्वर के वचन में कई सारे जगह में बीमारियों की चंगाई के बारे में लिखा हुआ है। ഇന്ന് നമ്മുടെ മൊബൈൽ പരതിയാൽ അതിനകത്ത് ഒരു വിഷയമുണ്ടെങ്കിൽ അതിനകത്ത് ഡിക്ഷണറി ഉണ്ട്, അതിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുണ്ട്. आज हमारा मोबाइल में ढूंढेगा तो उसके अंदर डिक्शनरी मिलता है, वहां से बहुत सारे बातों को हम देख सकते हैं। ദൈവത്തിന്റെ കൃപ എനിക്ക് ദൈവം തന്നതുകൊണ്ട് ഇന്ന് വരെ ഒരു ഡിക്ഷണറി നോക്കി പ്രസംഗിക്കാൻ ദൈവം എനിക്കിടയാക്കിയിട്ടില്ല. परमेश्वर की कृपा अनुग्रह मुझ पर होने के कारण आज तक डिक्शनरी देख के प्रचार करने के लिए मुझे अवसर नहीं मिला है। എനിക്ക് ദൈവം തരുന്നു, ഞാൻ ദൈവനാമത്തിന് പറയുന്നു. मुझे परमेश्वर देता है, मैं परमेश्वर के नाम से कहता हूँ। ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 31-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി. लूका 13 अध्याय उसका 31 आयत में ऐसा लिखा है। 31-31-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി, ഹേരോദാവ് പരീശന്മാര് വന്ന് പറഞ്ഞു, നീ ഇവിടം വിട്ടു പോയിക്കൊള്ളുക, ഹേരോദാവ് നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. उसी घड़ी कितने फरीसियों ने आकर उससे कहा, यहाँ से निकल चले जा, क्योंकि हेरोदा तुझे मर डालना चाहता है। അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പോയി ആ കുറുക്കനോട് ചെന്ന് പറയണം. കുറുക്കൻ അവനോട് ചെന്ന് പറയണമെന്ന് പറഞ്ഞു. उसने उनसे कहा, जाकर उस लोमड़ी से कह दो, क्योंकि उनको लोमड़ी कहते हैं। ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാൾ സമാപിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. कि देख मैं आज और कल दुष्टात्माओं को निकालता और बीमारों को चंगा करता हूँ और तीसरे दिन पूरा करूंगा। കർത്താവിന്റെ ലക്ഷ്യം, കർത്താവ് എന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ ഭൂതങ്ങളുടെ ശക്തിയാൽ രോഗികളും കഷ്ടത്തിലുമാകുന്നത് കർത്താവ് കണ്ടതുകൊണ്ട് മാനവജാതിക്ക് അതിൽ നിന്ന് വിടുതൽ കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. जो मनुष्य को परमेश्वर के स्वरूप में परमेश्वर बनाया गया है, इसी मनुष्य के जीवन में जब दुष्टात्मा उन्हें बंधन में डाल के बीमारियों से जकड़ते हैं, इसलिए वही उन्हीं से छुटकारा देने के लिए परमेश्वर ने चाहा। അത് കർത്താവ് യേശു തമ്പുരാൻ ചെയ്ത് മനുഷ്യനെ കാണിച്ചു കൊടുത്തു. ये बातें प्रभु यीशु मसीह ने हमें अपने जीवन में करके दूसरों को दिखाया है। അപ്പോൾ യേശുവിന്റെ ലക്ഷ്യം ഭൂതങ്ങളെ പുറത്താക്കുക, രോഗികളെ സൗഖ്യമാക്കുക എന്നുള്ളതാണ്. जो यीशु मसीह का लक्ष्य ये था कि दुष्टात्माओं को निकालना और बीमारों को चंगा करना। ശിഷ്യന്മാരെ കർത്താവ് തെരഞ്ഞെടുത്ത് അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യം വരുത്തുകയും ചെയ്യാൻ പറഞ്ഞു. चेलों को प्रभु चुनने के बाद कहा, तुम जाके बीमारों को चंगाई दे और दुष्टात्माओं को निकाल दे। അവരങ്ങോട്ട് അങ്ങനെ പോയാൽ കാര്യം നടക്കത്തില്ല. वह ऐसा ही जाएगा तो उनके काम होने वाला नहीं है। ആത്മാവ് അവരുടെ മേൽ ഉണ്ടെങ്കിൽ മാത്രമേ ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തുള്ളൂ. आत्मा जब उनके ऊपर रहता है तो ये सेवकाइयां कर सकता है। അതിന് യേശു അവരുടെ മേൽ ഊതി അധികാരവും കൊടുത്തു, പൊക്കോളാൻ പറഞ്ഞു. उसके लिए यीशु मसीह उनके ऊपर फूका है और अधिकार देके कहा, तुम अभी जाओ।
എന്നാൽ യേശു മരിച്ചുയർത്തെഴുന്നേറ്റതിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് വന്നത്. लेकिन यीशु मसीह मरकर जी उठने के बाद जो पवित्र आत्मा आया है, പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമാണ് പത്രോസ് എന്ന് 40-ലധികം വയസ്സ് പ്രായമുള്ള ഒരു മുടന്തനായവനെ സൗഖ്യം വരുത്തിയത്. जब पवित्र आत्मा आने की बात पत्रोस ने जाकर 40 उम्र से भी ज्यादा एक व्यक्ति था लंगड़ा, उन्हीं को चंगाई दिया. അപ്പോൾ മനുഷ്യരല്ല ഇന്ന് കഷ്ടപ്പെട്ട് ഓടുക. ഇന്ന് आज मनुष्य बहुत पीड़ा होकर दौड़ रहा है. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒട്ടനവധി കാര്യങ്ങൾ ഈ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. हम विश्वास नहीं कर सकते हुए बहुत सारे बातें बाइबल में लिखा हुआ है. അവിടെ ലൂക്കോസ് 13-ാം അധ്യായത്തില് 16-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. लूका के सुसमाचार 13 अध्याय उसका 16 आयत में ऐसा लिखा है. അവിടെ എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബ്ബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് യേശു പറഞ്ഞു. और क्या उचित ना था कि यह स्त्री जो इब्राहिम की बेटी है, जिसे शैतान 18 वर्ष से बांधा रखा था, सबत के दिन इसे बंधन से छुड़ाई जाती. അതിന് 11-ാം വാക്യത്തിൽ പറഞ്ഞത് അവിടെ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും വരുവാൻ കഴിയാത്ത കൂനയായ സ്ത്രീയെ. 11 आयत में लिखा है, और देखो एक स्त्री थी जिसे 18 वर्ष से एक दुर्बलता की करने वाली दुष्टात्मा लगी थी. ഇന്ന് ഒരു കൂനയായ സ്ത്രീയെ കണ്ടിട്ട് ഞാനോ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഒരാള് പറയുകയാണ് അതൊരാത്മാവ് അവളിൽ വസിക്കുന്നത് കൊണ്ടാണ് അവൾ കൂനയായി പോയത് എന്ന് പറഞ്ഞാൽ ബാക്കി നമുക്കറിയാനുള്ളതേ ഉള്ളൂ. उसको सीधे खड़ी नहीं हो सकती थी, वैसा एक स्त्री थी. लेकिन आज के समय में ऐसा एक स्त्री को हम देखकर इनको एक आत्मा ने पकड़ा हुआ है, जकड़ा हुआ है करके हम बोलेगा तो क्या हालत हो जाएंगे. അപ്പോൾ യേശു പറയുന്നു അവിടെ മേൽ ഒരു ദുരാത്മാവ് കയറിയിട്ടാണ് അവളെ ഇങ്ങനെ കൂനിച്ചതെന്ന് പറഞ്ഞു. यीशु ने कहा है ये स्त्री झुकने के कारण, सीधे खड़ी नहीं होने के कारण है उनको एक आत्मा जकड़ा हुआ है. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു ശബ്ബത്ത് നാളിൽ അവളെ ആ ഭൂതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. हम देखते हैं कि यीशु मसीह ने उसे शब्द के दिन में उनको वो भूत दुष्टात्मा से छुटकारा दिया. യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. यीशु मसीह अपने चेलों को प्रार्थना करने के लिए सिखाया. അതാണ് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. वो है हमारा स्वर्गीय पिता जो तू जो स्वर्ग में है, उसी प्रार्थना. ആ പ്രാർത്ഥനയിൽ 7 പ്രാർത്ഥനയുണ്ട്. ഒരു പ്രാർത്ഥനയാണ് പിശാചിന്റെ കയ്യിൽ നിന്ന്, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. उस प्रार्थना में 7 प्रार्थना रहता है. उसी में से एक प्रार्थना है कि हमें दुष्टों के हाथों से बचा ले. അപ്പോൾ ദുഷ്ടൻ ലോകത്തിൽ മനുഷ്യന് ദോഷം ചെയ്യും എന്ന് കർത്താവിനറിയാം. जो दुष्ट है वो दुनिया में रहने वाला इंसान के जीवन में जब परेशानी देगा करके परमेश्वर जानते हैं. കർത്താവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായമാണ്. यीशु मसीह का जो मध्यस्थ प्रार्थना करते हैं यूहन्ना का सुसमाचार 17 आयत में. അതിൽ യേശു പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, ഇവരെ ലോകത്ത് നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ തൊടാതെ വണ്ണം ഇവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. उसमें से यीशु मसीह का एक प्रार्थना ये था कि इन्हें दुनिया से निकाल दे, वैसा मैं प्रार्थना नहीं करता हूँ, इन्हें दुष्टों के हाथों में गिरने से बचा ले करके मैं प्रार्थना करता हूँ, यीशु ने कहा. അപ്പോൾ ദുഷ്ടൻ ദോഷം ചെയ്യുമെന്നുള്ളത് നന്നായി അറിയാവുന്നത് ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. जो दुष्ट है वो इंसान को तकलीफ देते हुए करके अच्छी तरह से जानने वाला केवल प्रभु यीशु मसीह. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു അവൻ രോഗം ശീലിച്ചവനാണെന്ന് പറഞ്ഞു. यशायाह भविष्यद्वक्ता ने कहा वह बीमारी को सह लिया हुआ व्यक्ति है. എന്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങി ഞാൻ രോഗം ശീലിച്ചു.
प्रभु के दास के जीवन में जब सेवकाई के लिए निकला है तो वो बीमारी की जो आदत है आमेन वो अनुभव पाया है। ഒരു രോഗം വന്നാൽ അവിടെ കിടക്കണമെന്ന് വെക്കും, ഇച്ചിരി വേദന അനുഭവിക്കണമെന്നേ ഉള്ളൂ, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ചിന്തിക്കും. एक बीमार आएगा तो आमेन वैसा ही रहने दो, अगर वो बीमारी के द्वारा थोड़ा दर्द तो सहना पड़ेंगे ये सोचेंगे भी। കാരണം ഇറങ്ങിയപ്പോ ക്രിസ്തുവിന് വേണ്ടി മാന്യമായിട്ട് ഇറങ്ങി. क्योंकि जब निकलने के समय प्रभु यीशु मसीह के लिए आदर के साथ उतरा है। കാരണം ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ച കാലത്ത് ഞങ്ങളെ പഠിപ്പിച്ചതും ആ രീതിയിലായിരുന്നു. क्योंकि प्रभु के दास जब बाइबल स्कूल में पढ़ाई कर रहा था तभी उनको पढ़ाई दिया हुआ जो पढ़ाया उसी तरीका से। അന്ന് ഞങ്ങളുടെ കൂട്ടായ്മയില് ഉള്ള പ്രാസംഗികരായ സഭാ ശുശ്രൂഷകന്മാര് രോഗശാന്തിയിൽ വിശ്വസിക്കുന്നവരായിരുന്നു. क्योंकि उस समय का जो सिखाने वाला प्रभु के दास लोग है उन लोग बीमारी से अद्भुत चंगाई के ऊपर विश्वास करने वाले लोग थे। മുട്ടങ്കാരൻ ഒരു പോൾ സാറ് ഞങ്ങളുടെ പാസ്റ്ററായിരുന്നു. മുട്ടങ്കാരൻ പോൾ സാറ് जगह में एक पॉल सार करके एक प्रभु के सेवक है, वो पास्टर को सिखा रहा था। അതിന് ശേഷമായിട്ട് വിശ്വാസം മത്തായിയെ രക്ഷിച്ചില്ല എന്നുള്ള മലയാള മനോരമയിൽ വന്ന ഒരു CT ജോർജ് സാറ് കണിച്ചുകുളം ആ ദൈവദാസൻ ഞങ്ങളുടെ പാസ്റ്ററായിട്ട് വന്നു. और जो हमें मताई को जो विश्वास ने बचाए नहीं करके जो लिखा हुआ एक प्रभु के सेवक है वो भी उन्हें सिखाने के लिए आया। കാരണം ഇടുക്കിയിൽ പവർ ഹൗസിൽ താൻ ജോലിക്കാരനായിരുന്നു. ഇടുക്കി പവർ ഹൗസിൽ താൻ ജോലിക്കാരനായിരുന്നു. जो इडकी जगह में केरला में इडकी करके जिला है वहां पर जो पावर हाउस में काम करते थे। തന്റെ മകനെ പേപ്പട്ടി കടിച്ചു. उनका बेटा को जो पागल कुत्ता ने काटा। അന്ന് കേരള ഗവൺമെന്റ് ഇടപെട്ടു, കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കണമെന്ന്. केरला गवर्नमेंट ने उसमें जो ऐसा कहा है कि बच्चों को हॉस्पिटल में लेके जाके इंजेक्शन देना पड़ेंगे। അദ്ദേഹത്തിന്റെ വിശ്വാസം വലിയ തീക്ഷ്ണതയുള്ളതായിരുന്നു. क्योंकि उनका विश्वास एकदम गंभीरता था। അദ്ദേഹം പെന്തക്കോസ്തിൽ പോയതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അമ്മ വാ നിറച്ച് വെറ്റ ചവച്ചിട്ട് കാർക്കിച്ച് അദ്ദേഹത്തിന്റെ മുഖത്ത് തുപ്പിയതാണ്. क्योंकि वो प्रभु के दास पेंतकोस्त विश्वास स्वीकार करने के कारण उसका माँ ने जब जो पान मुंह में डाल के चबा के ये प्रभु के दास के मुंह में थूका है। കേരള ഗവൺമെന്റ് അദ്ദേഹത്തെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. केरला गवर्नमेंट ने उस काम से उसको निकाल दिया। ആ മഹാനായ മനുഷ്യൻ ഞങ്ങളുടെ പാസ്റ്ററായിരുന്നു. उस महान जो प्रभु के सेवक है आमेन परमेश्वर के दास को सिखा रहा था। അവരിൽ നിന്നൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് കൊച്ചു കാര്യമല്ലായിരുന്നു. उन्हीं लोगों से जो सीखना छोटी बात नहीं थी। ദൈവദാസന്മാർ ആദ്യം മരിക്കാൻ ഏൽപ്പിച്ചെങ്കിലേ വിശ്വാസികൾക്ക് ജീവൻ കിട്ടത്തുള്ളൂ. परमेश्वर के दास अपने आप को मरने के लिए जब परमेश्वर के हाथों में समर्पण करेगा तो विश्वासी लोगों को जीवन प्राप्त कर सकता है। ദൈവദാസന്മാരെ ആദ്യം രോഗശാന്തി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാപിക്കണം. परमेश्वर के दास लोग बीमारी का चंगाई अपने आप प्रभु के हाथों में समर्पण करके प्रार्थना करके प्राप्त करना है। ആശുപത്രി കൊടുക്കാൻ കാശ് ചോദിച്ച 10 പൈസ ഞാൻ കൊടുക്കത്തില്ല. हॉस्पिटल में जाने के लिए पैसा मांगेगा तो मैं 5-10 पैसा भी नहीं देंगे। മറ്റേതെങ്കിലും ആവശ്യത്തിന് ചോദിച്ചാലും ചോദിക്കാത്തവർക്കും ഞാൻ കൊടുക്കുന്നുണ്ട്. दूसरा जो विषयों के लिए अगर पूछेगा नहीं पूछेगा तो भी मैं देता हूँ। കാരണം എന്തിനാ നമ്മളെ വിളിച്ചത്? എന്തിനാ? क्योंकि हमें किसके लिए बुलाया है? നമ്മെ വിളിച്ചത് രോഗശാന്തിയുടെ ശുശ്രൂഷയ്ക്കാ. हमें जो बुलाया है बीमारी के चंगाई का सेवकाई करने के लिए। ഊനിയായ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ കർത്താവ് അവളുടെ ദേഹത്ത് ഒരു ദുഷ്ടന്റെ ആത്മാവ് കയറിയതാണ് ഇത് സംഭവം എന്ന് പറഞ്ഞു. हमें झुक के चलने वाले एक स्त्री को देखने के समय यीशु ने कहा है इनका शरीर में एक दुष्ट आत्मा से झगड़े हुए हैं। 18 സംവത്സരമായി ഒരു സ്ത്രീക്കുണ്ടായതായ പ്രശ്നം തന്റെ മുതല് മുഴുവൻ വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്തു എന്നാണ്. 18 साल से इस स्त्री के जीवन में हुआ यीशु परेशानियों के कारण उनके सारे संपत्तियां जो बेचकर जो डॉक्टरों को दिया है, वैद्यों को दिया है। അപ്പോൾ ഈ മുതല് നഷ്ടപ്പെടുത്തുന്നത് ഒരു പിശാചാണ്. तो हमारा संपत्ति को भी नष्ट करने वाला एक शैतान है। വിശ്വാസം വലുതാ, പക്ഷേങ്കിൽ നെഞ്ചിനകത്ത് ഇച്ചിര വേദന വന്നാൽ ആശുപത്രി അവര് പറയും അറ്റാക്കാന്ന് പറയും. विश्वास तो बड़ा है लेकिन छाती पर थोड़ा से दर्द होएगा तो हॉस्पिटल में जाएंगे वो बोलेगा अटैक हो गया। ചില പ്രമുഖന്മാരായ ദൈവദാസന്മാർ
ദാസന്മാരും ഒന്ന് മുങ്ങിയ ഒട്ടനെ ആശുപത്രി അമൃതയിലോട്ടാ പോകുന്നത്. हाँ, कई बड़े प्रभु के दास लोग भी ऐसा है, थोड़ा से ऐसा भूखे हो तो भी वो जल्दी डॉक्टर के पास भागे जाता है। പ്രസംഗിക്കാൻ സ്റ്റേജ് കിട്ടിയാ പിന്നെ പറയുകയും വേണ്ട. अगर उसको भाषण देने के लिए कोई स्टेज मिलेगा तो उनको कुछ पूछने का भी नहीं, बोलना भी नहीं। എന്റെ മക്കളോട് ചോദിച്ചാൽ അവര് പറയും, എനിക്ക് തോന്നുന്നു ഒരു 10 പ്രാവശ്യമെങ്കിലും എനിക്ക് അറ്റാക്ക് വന്നതാ. हाँ, मैं मेरे बच्चों से पूछेगा तो प्रभु के दास के बच्चों को पूछेगा तो वो बताएंगे कम से कम 10 बार ऐसा अटैक प्रभु के दास को आया होगा। നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്റെ ഭാര്യയുടെ കാല് മുറിക്കണമെന്ന് ഡോക്ടർമാര് പറഞ്ഞതാ. हाँ, फिर आप सभी लोग जानता है प्रभु के दास की पत्नी का पैर काटने का है करके डॉक्टर ने कहा है। 75,000 രൂപ വേണമെന്ന് പറഞ്ഞു. 50 പൈസ കൊടുത്തില്ല. ദൈവം സൗഖ്യമാക്കി. ഇന്നും എന്റെ കൂടെ കർത്താവിന്റെ വേലയ്ക്ക് വരുന്നുണ്ട്. 75,000 उधर भरना है करके डॉक्टर ने कहा था, लेकिन आमेन 5 पैसा भी नहीं दिया है, लेकिन आज भी प्रभु के दास के साथ वो सेवकाई में है। ഞാന് 95 ബോംബെയിലായിരുന്നപ്പോൾ എന്റെ ഭാര്യയുടെ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. 95 में जब मुंबई में प्रभु के दास सेवकाई करने के समय डॉक्टर ने कहा है उनका पत्नी का जो यूट्रस रिमूव करना है। ഇന്ന് വരെ മാറ്റിയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. आज तक उसको निकाला नहीं है, वो वहीं पर है। എന്റെ ഭാര്യയുടെ കാലിന് ഉപ്പൂറ്റിക്ക് ഒരു വേദന വന്നു, നിലത്ത് തൊടാൻ സമ്മതിക്കത്തില്ല. प्रभु के दास के पति का जो पैर का में कुछ दर्द शुरू हो गया, पैर नीचे रखने के नहीं होता था। എന്റെ വിശ്വാസി ധനികയായ ഒരു സഹോദരി അതേ രോഗത്തിൽ ആശുപത്രി പോയി അന്ന് കാലത്ത് ലക്ഷക്കണക്കിന് കാശ് കൊടുത്തു. आमीन। उसी समय प्रभु के दास के कलीसिया का एक विश्वासी बहन है, इसी दर्द के द्वारा हॉस्पिटल में जाके लाखों रुपया खर्चा करना पड़ा। ഒരു തുമ്മല് വന്നു, ആ തുമ്മലോടുകൂടെ വളരെ കഷ്ടം അനുഭവിച്ചു. थोड़ा से जब हमें जो जुकाम आया उसमें से बहुत तकलीफ उठाया। 50 പൈസ കൊടുത്തില്ല, കർത്താവ് സൗഖ്യം വരുത്തി. 50 पैसा भी नहीं दिया, परमेश्वर ने चंगाई किया। എന്റെ മോന് എന്തുവാ ഈ പ്ലേറ്റ്ലെറ്റ് കുറയുന്ന ഒരു രോഗം വന്നു. प्रभु के दास के बेटा को जो प्लेटलेट कम होते हुए एक बीमारी आया। അവന്റെ കൂടെ പഠിച്ച പിള്ളേർക്ക് കൊട്ടിയം ഹോളി ക്രോസിൽ ലക്ഷങ്ങൾ ചെലവാക്കി. എന്റെ മോന് 10 പൈസ പോലും ചെലവാക്കിയില്ല. हमें उनके साथ जो पढ़ा हुआ जो लोग है उनको लाखों रुपया खर्च करके हॉस्पिटल में भर्ती करना पड़ा, लेकिन प्रभु के दास का बेटा को 5 पैसा भी खर्चा नहीं किया। ഇങ്ങനെ പറഞ്ഞാൽ നിരവധി കാര്യങ്ങൾ എനിക്ക് എന്നതെന്ന് പറയാനുണ്ട്. ऐसा बोलेगा तो बहुत सारे बातें प्रभु के दास के जीवन से बोलने के लिए है। കർത്താവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമെന്ന്. प्रभु का चेले लोग आके प्रभु से कहा, प्रभु हमारे विश्वास को बढ़ाइए। വിശ്വാസം വർദ്ധിക്കുന്നത് എങ്ങനെയാ വർദ്ധിക്കുന്നത്? विश्वास कैसा बढ़ते हैं? നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലല്ല വർദ്ധിക്കത്തുള്ളൂ. हमारे लिए एक अनुभव है तो हम उसको बढ़ा सकता है। നമുക്കൊരു ചെറിയ കാര്യം വരുമ്പോൾ ആശുപത്രി അഭയം തേടുകയാണെങ്കിൽ പിന്നെ നമ്മുടെ വിശ്വാസം ആരെ പറഞ്ഞു പഠിപ്പിക്കാനാ? हमारे जीवन में छोटा से एक समस्या होता है, हम हॉस्पिटल में भागते हैं तो हमारा विश्वास हम किसको सिखा सकता है? ഞാൻ നാളത്തേത് പറയാൻ എനിക്ക് ധൈര്യമില്ല, ഇന്നത്തേതാ ഞാൻ പറയുന്നത്. कल के बारे में बोलने के लिए मुझे हियाब नहीं है, मैं आज के बारे में बोलता हूँ। ഒരുപാട് കഷ്ടങ്ങൾ അങ്ങ് ശീലമായി എനിക്ക്. तो प्रभु के दास बहुत सारे कष्टों को अनुभव किया है, वो एक आदत बन गया है। അപ്പൊ ഈ ശീലം എന്നിൽ ഉണ്ടായത് കൊണ്ട് इस आदत जीवन में होने के कारण കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നു, അത്ഭുതങ്ങൾ നടത്തുന്നു. प्रभु परमेश्वर जो प्रार्थना सुनते हैं अद्भुत कार्यों को भी करते हैं। ഞാൻ ഈ പ്ലാറ്റ്ഫോമില് ഏറിയ വർഷമായി പ്രസംഗിക്കുകയും ട്രാൻസ്ലേഷൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. इस प्लेटफॉर्म में कई सालों से प्रभु के दास वचन का प्रचार करता है और अनुवाद भी करते हैं। ഞാൻ കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിച്ച അത്ഭുതങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറയാൻ വന്നിട്ടില്ല. प्रभु ने जो मेरे द्वारा कराया हुआ चमत्कार मैं बोलने के लिए नहीं आया। കർത്താവ് ഇത്രയും കാര്യം ചെയ്യുമല്ലോ, എന്റെ വിഷയത്തൊന്ന് പ്രാർത്ഥിര് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, വിടുതൽ കിട്ടിയില്ലേ പുള്ളി പറഞ്ഞതെല്ലാം തെറ്റാന്ന് പറയും. अगर मैंने ये बातों को बोलेगा, जब प्रार्थना करके मेरे जीवन में छुटकारा नहीं पाया करके बोलेगा तो बोलेंगे ये बोला हुआ सब झूठे। എന്തിനാ ഇതിന് പോകുന്നത്? അതിനെ കാണുന്നത് ദൈവവചനം പറയാനുണ്ടല്ലോ. इसके लिए क्यों जाना है? उसी से भी बढ़कर परमेश्वर के वचन से बोलने के लिए है। മരിച്ച
ഹോസ്പിറ്റലിന്റെ ബുക്കിനകത്ത് രജിസ്റ്റർ ബുക്കിൽ എഴുതി വെച്ചു മരിച്ചു എന്ന് എഴുതിയത് ഇന്നും ജീവനോടെ ഇരിക്കുന്നവരുണ്ട്. हमें जो मर चुके हैं करके उनके हॉस्पिटल का रजिस्टर में लिखा हुआ जो नाम लिखा हुआ है उन्हीं लोग आज तक जिंदा रहता है. അങ്ങനെ ഒരാള് ന്യൂ ബോംബെ നെരൂളിൽ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. मुंबई न्यू बॉम्बे निरुल में जगह में एक चंद्रन करके नाम से एक व्यक्ति अभी भी है. ഗുജറാത്ത് വൽസാഡിൽ ഒരു ദിനേശും ഭാര്യയുമുണ്ട്. गुजरात वलसाड़ में एक दिनेश और उनका पत्नी है. മരിച്ചതാണ്, എഴുതി വെച്ചതാണ്. जो मर चुके हैं वैसा लिखा हुआ है. ചെന്നൈയിൽ ഒരു സഹോദരിയുണ്ട്. चेन्नई में एक बहन है. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാടുണ്ട്. ऐसा बोलेगा तो बहुत सारे हैं. പക്ഷെ ഞാൻ രോഗശാന്തിക്കാരനല്ല. लेकिन मैं बीमारी का जो चंगाई देने वाला व्यक्ति പക്ഷെ नहीं. ഞാൻ ശരീരത്തിൽ അനുഭവിക്കുന്ന ദൈവശക്തി ദൈവം മറ്റൊരാളിലേക്ക് പകരുന്നു. मैं जो मेरे जीवन में अनुभव करते हुए परमेश्वर का जो सामर्थ्य है दूसरे व्यक्ति के ऊपर उंडेलता हूँ. ബൈബിള് നിങ്ങൾ അന്വേഷിക്ക്, ഏത് രോഗത്തിന്റെ പുറകിലും ഒരു ദുരാത്മാവുണ്ട്. बाइबल में आप पढ़ के देखिए हर एक बीमारी के पीछे एक दुष्टात्मा है. മർക്കോസിന്റെ സുവിശേഷം 7:32 मरकोस 7 का 32 आयत में അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വിക്കനും ചെകിടനുമായ ഒരുത്തനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. വിക്കൻ ചെകിടൻ. यहाँ पर लिखा है कि और लोगों ने एक बीमार को जो हकलाता थी और उसके पास लेकर आया. അവിടെ കൊണ്ടുവന്നത് കർത്താവ് ഭൂതത്തെ പിശാചിനെ ശാസിച്ചു. ये बहरे और हकलाने वाला व्यक्ति को यीशु के पास लेके आया. यीशु ने उसका जो उनका ऊपर जो दुष्टात्मा है उसको डांटा. ആ അപ്പോൾ വിക്കനായതും ഊമനായതും ദുരാത്മാവായിരുന്നു. तो ये जो हकलाने वाले व्यक्ति है और जो हमें बहरे थे वो उनका ऊपर एक दुष्टात्मा. ആ ദുഷ്ടാത്മാവായിരുന്നു അവനെ ഇത്രയും കഷ്ടപ്പെടുത്തിയത്. दुष्टात्मा उन्हें इतना सताया है. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കി. तो प्रभु यीशु मसीह बीमारों को चंगाई दिया. മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു 2-ാം വാക്യത്തില്, मलाकी 4 का 2 में ऐसा लिखा है, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറക് കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും എന്ന് പറഞ്ഞു. परंतु तुम्हारे लिए जो मेरे नाम का भय मानते हो धर्म का सूर्य उदय होगा और उसी की किरणों के द्वारा तुम चंगे हो जाओगे. എന്റെ നാമത്തെ ഭയപ്പെടണം. मेरे नाम को भय मानने वाला. ഭയപ്പെടുന്നവർക്കാണ് നീതി സൂര്യൻ ചിറക് കീഴിൽ രോഗോപശാന്തി ഉണ്ടാക്കി തരുന്നത്. क्योंकि ये भय मानने वालों को हमें धर्म का सूर्य उदय होता है वो सूर्य किरणों के द्वारा उन्हें चंगा भी हो जाता है. നമ്മൾ പിശാചിനെ കൂടെ കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. हम कोई भी शैतान को साथ में ले चलने के लिए नहीं चाहते हैं. നമ്മൾ ആരും പിശാചിന്റെ സേവകരല്ല. हम कोई भी शैतान का सेवक नहीं है. എന്റെ ദൈവത്തിന്റെ വചനം പറഞ്ഞു, സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുതെന്ന് പറഞ്ഞു. परमेश्वर के वचन कहता है तुम शैतान को अवसर मत दे. നമ്മൾ പിശാചിനെ അരിക്കൽ ഇരുത്തിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് സഫലമാകത്തില്ല. हम शैतान को पास बिठाकर हम कुछ करने की कोशिश करेंगे वो सफल नहीं होंगे. ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ മറ്റു രീതിയിൽ ചിന്തിക്കരുത്. मैं जो बोलते हुए बातों को अब दूसरे तरीका से नहीं सोच रहा. ഞാൻ നിങ്ങളുടെ നല്ല കാര്യത്തിന് വേണ്ടി പറയുന്നത്. मैं आप लोगों की अच्छा बातों अच्छा होने के लिए कहता हूँ. ഞാൻ ചെന്നൈയിൽ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ चेन्नई में प्रभु का सेवकाई करने के समय സഭയിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെച്ചു. कलीसिया में 3 दिन का उपवास प्रार्थना रखा. അപ്പോൾ ശനിയാഴ്ച നാളെന്ന് ഹർത്താലാണ് അവിടെ. शनिवार को वहां पर हड़ताल थे. വിശ്വാസികള് ആരാധനയ്ക്ക് വന്നു. विश्वासी लोग आराधना में आया. അപ്പൊ രാവിലത്തെ സെഷൻ കഴിഞ്ഞു. तो सुबह का सेशन तो खत्म हो गया. ഇച്ചിരി ദൂരെ നിന്ന് ഒരു സഹോദരി വരുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക്. कुछ दूर से एक बहन प्रार्थना में आती थी. അപ്പൊ എനിക്ക് കർത്തൃമേശ നടത്താൻ ബ്രെഡ് മേടിക്കാൻ പോകണം. प्रभु के दास को प्रभुज देने के लिए रोटी लेने को जाने का था. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനെന്നാ സിസ്റ്ററെ അങ്ങോട്ട് വിട്ടേക്കാമെന്ന് പറഞ്ഞു. हाँ तो मैंने प्रभु के दास ने कहा वो बहन को साथ में भेजेंगे. അപ്പൊ ഇവരെന്റെ ബൈക്കിന്റെ പുറകിലിരുന്നു. हमें वो बहन भी पास्टर के बाइक के पीछे बैठा. അപ്പോൾ ആവശ്യമില്ലാതെ അവരുടെ ശരീരം കൊണ്ട് എന്റെ ശരീരത്തെ ഇങ്ങനെ തട്ടാൻ തുടങ്ങി.
जो जरूरत नहीं था वो बहन ऐसा बैठ कि उनका शरीर से प्रभु के दास का शरीर को टच करने लगा। അപ്പം നമ്മളെല്ലാവരും ഭൂമിയിൽ ജീവിക്കുന്നവരാണല്ലോ. हम सब इस धरती में रहने वाला है। പല പ്രാവശ്യം ആയപ്പം പിന്നെ ഒരു കരണ്ട് അടിക്കുന്ന പോലെ ഒന്ന് തോന്നി എനിക്ക്. जैसा कई बार उसने ऐसा किया, मुझे ऐसा लगा कि शॉक लग रहा है। ഏതായാലും ഞാൻ കൊണ്ടുവിട്ട് ഫെയ്ത്തോമി വന്നു. मैं उन्हें ऐसा लेके छोड़ने के बाद फैतोम में आया। നല്ല ചൂടുകാലമാ AC ഓൺ ചെയ്ത് ഞാൻ ആ കട്ടിലിങ്ങനെ ഉച്ചയ്ക്കത്തെ എന്റെ വിശ്രമം നടത്തുക. गर्मी के समय था, AC ऑन करके बेड में ऐसा आराम कर रहे थे। അപ്പോൾ ഈ നല്ല ഉറക്കം ഇങ്ങനെ എനിക്ക് വന്നു. अच्छा नींद आया। അപ്പൊ എന്റെ കാലേ കൂടെ ഒരു ഞണ്ട് ഒരു ബിച്ചുവ ഈ തേള് കയറി വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. जो पशु के पैर में ऐसा लगा है कि एक बिच्छू उसके पैर में चढ़ते हुए जैसा उन्हें अनुभव हुआ। ഒരു പ്രാവശ്യം അത് തൊഴിച്ചു മാറ്റി പിന്നെ രണ്ടാമത് പിന്നെ കയറി വന്നു. एक बार उसको ऐसा जो धक्का दिया, वापस भी आते हुए अनुभव पाया। പെട്ടെന്ന് എനിക്ക് ആ ബന്ധനം ഓർമ്മ വന്നു. जल्दी मुझे वो उस बंधन को याद में आया। അപ്പൊ എനിക്ക് മനസ്സിലായി പാപം ഗർഭം ധരിക്കുകയാണെന്ന്. हमें मुझे मालूम पड़ा है कि पाप गर्भवती होता है। ഞാൻ അതിന് ശേഷം उसके बाद ഒരൊറ്റ പെൺപിള്ളാരെ എന്റെ ബൈക്കിൽ ഞാൻ ഇരുത്തത്തില്ല. कोई भी हमें लड़की लोगों को या लेडीज को बाइक में नहीं बिठाता है। ഞാൻ ഒരു ഓട്ടോറിക്ഷയുടെ കാശ് കൊടുക്കുന്നതാണ് റിക്ഷയിൽ അങ്ങോട്ടൊക്കെ പോകോളാൻ പറയും. ऑटो का पैसा देके बोलेगा हमें नहीं, तुम ऑटो में जाओ। ഈ കഥ എന്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മരുമക്കൾക്കും. इससे कहानियां हमें पास अपने बेटियों को, अपने बच्चों को और जो बहू और जवाई उन लोगों को भी बताया हुआ है। എന്റെ മക്കളോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും തേളിനെ കേറ്റരുത് എന്ന് പറയും. बच्चों लोगों से भी बीच में ऐसा बोलेगा जो बिच्छू को ऐसा मत चढ़ाओ। നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. हमारे बच्चों को हमें ये सिखाना है। ആവശ്യമില്ലാത്തതിനെ ശരീരത്തെ കയറ്റി വെച്ചത് രോഗബന്ധനമാണെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോയാൽ കാശ് മുഴുവൻ അവർ കൊണ്ടുപോകും. जो जरूरत नहीं है उसको शरीर में चढ़ाने की बात हॉस्पिटल में जाएगा तो उन्होंने हमारा पैसा पूरा लुटेंगे। ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ആവശ്യമില്ലാത്തടത്ത് പോയി ആഹാരം കഴിക്കാൻ പോകരുത്. बाइबल ये सिखाता है जिस जगह में जाके भोजन नहीं करना है वहां पर नहीं जाना है। ഈ ആഹാരം കഴിച്ചാൽ അത് പൂജയ്ക്ക് വെച്ചതാണെന്ന് വരികിൽ അത് നിന്റെ കുടലെ പറ്റിപ്പിടിക്കുമെന്നാണ് ശലോമോൻ പറഞ്ഞിരിക്കുന്നത്. क्योंकि परमेश्वर के वचन में ये लिखा है कि वहां पर जाके तुम अगर भोजन करेंगे, अगर वो पूजागिरी के सामने रखा हुआ है तो वो तुम्हारा आतड़ी में जाके पकड़ जाएंगे। അത് ഛർദ്ദിച്ച് കളയേ പറ്റൂ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. बाइबल ये सिखाता है कि वो केवल उसको उल्टी करके बाहर निकाल सकता है। എനിക്കറിയാവുന്ന സംഭവമാണ്. കൈവശം ഛർദ്ദിപ്പിക്കുന്ന ദൈവദാസന്മാരുണ്ടായിരുന്നു. प्रभु के दास उसके अनुभव में पाया हुआ है कि ऐसा जो कुछ खिलाता है उनको उल्टी करके लेते हुए देखा हुआ है। എന്നാൽ അങ്ങനെയുള്ളവർ ഇന്നില്ല. लेकिन ऐसा करने वाला आज तो नहीं है। ഉണ്ടെന്ന് വരെ പിന്നെ പൈസയാണ് പുറകില്. अगर ऐसा लोग है तो उनको पैसा से वो करते हैं। അപ്പോ അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, तो प्रेरित पौलुस ने ऐसा कहा है कि നിങ്ങളുടെ കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അഭിഷേകാൻ പാടില്ല എന്ന് പറഞ്ഞു. तुम प्रभु का मेज के भागीदार और शैतान के जो दुष्टात्मा के मेज का भी भागीदार नहीं होना है। ഞാനും എന്റെ കുടുംബ ഉത്തരഭാരത്തിൽ കർത്താവിന്റെ വേല ദീർഘവർഷങ്ങൾ ചെയ്തു. प्रभु के दास और उनका परिवार ये नॉर्थ इंडिया में बहुत सारे जगह में प्रभु का सेवकाई किया है। അവർക്ക് വെക്കുന്ന പൂജാ വസ്തുവിൽ യാതൊരു സാധനം ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ തന്നിട്ടില്ല, തന്നാ തിന്നത്തുമില്ല. जो पूजा में रखता हुआ जो कुछ है आमेन, प्रभु के दास का परिवार में कोई लाके देता नहीं, अगर देगा तो खाता भी नहीं। അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും നിങ്ങൾ അമിഷികളാകരുതെന്ന് പറഞ്ഞു. इसलिए प्रेरित पौलुस कहता है कि तुम प्रभु का मेज में और भूतों के दुष्टात्माओं के या भूत लोगों के जो मेज है उसमें भी भागीदार नहीं होना। ഞാൻ പറയുന്നത് അതുകൊണ്ട് ഉരുത്തിരിയുന്ന വൈശാചിക ശക്തികളുണ്ട്. मैं ये बोलने के कारण है उसी के द्वारा आने वाला शैतानी शक्तियां हैं। ദൈവത്തിന് അധികാരമുള്ള സ്ഥലമുണ്ട്, അധികാരമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. परमेश्वर का जो अधिकार पाया हुआ जगह है, अधिकार नहीं देते हुए जगह भी है.
യഹോവയുടെ ആധിപത്യത്തിലുള്ള സകല വാസസ്ഥലങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീരെന്നാണ്. यहोवा परमेश्वर के जो अधीन में रहने वाला सारे लोगों परमेश्वर को महिमा करे, ये वचन कहते हैं. എനിക്ക് ഗുജറാത്തിൽ ഒരു ധനികനായ ഒരു അച്ഛന് എന്റെ വിശ്വാസിയായിട്ടുണ്ടായിരുന്നു. गुजरात में बड़ा एक धनी एक अंकल प्रभु के दास के कलीसिया का विश्वासी थे. അദ്ദേഹവും OMGയിൽ വളരെയധികം കർത്താവിനെ പ്രകാശിച്ച ഒരു മനുഷ്യനാണ്. वो परमेश्वर के लिए बहुत प्रशोभ किया हुआ एक व्यक्ति है. എന്നാൽ ഇദ്ദേഹം ഒരു സഭായോഗത്തിന് പോലും ഇന്ന് പോകത്തില്ല. लेकिन आज वह एक कलीसिया का आराधना में कहां पर भी नहीं जा रहा है. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛൻ നിങ്ങൾ ഇത്രയും മഹാനായ ഒരു മനുഷ്യൻ എന്തുകൊണ്ട് ആരാധനയ്ക്ക് വരുന്നില്ല? मैंने उनको पूछा, आप इतना महान व्यक्ति थे, परमेश्वर के लिए खड़ा हुआ है, लेकिन आजकल आप आराधना में क्यों नहीं आ रहा है? ഞാൻ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച വിഷയത്തിന് വേണ്ടി मैंने उस विषय के लिए बैठ के प्रार्थना करने लगी. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഏത് അമ്പലത്തിന്റെ മുന്നിൽ നിങ്ങൾ സുവിശേഷ പ്രസംഗം നടത്തിയെന്ന് ചോദിച്ചു. मैंने उनको पूछा, तुम कौन सा मंदिर के सामने जाके सुसमाचार प्रचार किया है? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉത്തരേന്ത്യയില് അദ്ദേഹം പരസ്യയോഗം നടത്താനായിട്ട് പോയി. उसने बोला, मैं ऐसा जो नॉर्थ इंडिया में एक जगह में परमेश्वर के वचन बांटने के लिए गया. അപ്പോൾ അവിടുത്തെ അമ്പല പൂജാരി പറഞ്ഞു, ഇന്ന് നേരം വെളുക്കുന്നത് വരെ ഈ മുറ്റത്ത് നിങ്ങൾ സുവിശേഷ പ്രസംഗം നടത്തിക്കോളാൻ പറഞ്ഞു. जो उत्तर भारत के एक मंदिर के सामने प्रचार करने के समय वहां के जो पुजारी ने आके बोला, आज पूरा तुम यहाँ पर खड़ा होके परमेश्वर के वचन को बांटो. അവിടെ നടി മേടിച്ചതാണ്. ഈ കഴിഞ്ഞ ആഴ്ച വരെ രക്ഷപ്പെട്ടിട്ടില്ല. उसी दिन उसने वो वहां से मार खाया हुआ है, जो गया अब तक उसको छुटकारा नहीं मिला है. ഭൂമിയിലെ പല ഭാഗങ്ങള് സാത്താന് ദൈവം ഏൽപ്പിച്ചു കൊടുത്ത ഭൂമിയുണ്ട്. धरती में कई जगह शैतान के लिए परमेश्वर दिया हुआ जगह है. അവന് കൊടുത്തതായ സ്ഥലത്ത് പോയി നീ സുവിശേഷം പ്രസംഗിക്കാൻ പോകണ്ട. हमें उनको जो दे दिया हुआ जगह में तू जाके प्रचार करना जरूरी नहीं है. മുസ്ലിങ്ങളുടെ ദർഗയിലും ഹിന്ദുക്കളുടെ അമ്പലത്തിന്റെ മുന്നിലും സുവിശേഷം പ്രസംഗിക്കരുത്. हमें मुसलमान के जो दरगाह है और हिंदू लोगों का जो मंदिर है वहां पर जाके तुम प्रचार करना नहीं, കാരണം അവരുടെ ശക്തി വലിയ ശക്തിയാ. क्योंकि उनका जो शक्ति बड़ा शक्ति है. അതുകൊണ്ടാണ് ഉത്തരഭാരതത്തിൽ ദൈവദാസന്മാരെ മാറ്റണമെന്ന് പറയുന്നത്. इसी कारण जो हमें उत्तर भारत से परमेश्वर के दास लोगों को हटाना करके कहते हैं. ഡോക്ടർ മുരളീധരൻ പറഞ്ഞ ഒരു സംഭവം എന്റെ തലച്ചോറിനകത്തുണ്ട്. डॉक्टर मुरलीधरन बोला हुआ एक बात मेरा दिमाग में है. അപ്പൊ അവരൊക്കെ പറയുന്നത് യാഥാർത്ഥ്യത സത്യത്തിലാണ് പറയുന്നത്. उन्होंने जो बोला हुआ सच्चाई की बात है, उनका जो अनुभव से कहते हैं. ഭൂമി നമുക്ക് വിശാലമായി കിടക്കുന്നു, എവിടെയും പോയി സുവിശേഷം പറയാം. धरती इतना विशाल में बड़ा है, आप कहां पर भी जाके सुसमाचार प्रचार करो. അവർക്ക് വിശ്വാസമാണ്, അവർ നമ്മുടെ ഇടയിലോട്ട് വരണം. उनको अगर विश्वास हुआ है तो वो हमारे पास आना है. അവന്റെ ദേവി ദേവനെ പ്രകോപിപ്പിക്കാൻ നമ്മൾ പോകരുത്. उनका जो देवी देवताओं को गुस्सा दिलाने के लिए वहां नहीं जाना है. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, നമുക്ക് പ്രതികൂലമാണ്, കർത്താവ് അതിനെ തട്ടിവിടും. हम प्रार्थना करना है. अब अगर वो हमारा प्रतिकूल में खड़ा है, परमेश्वर उसको वहां से भगा देंगे. അത് യെശയ്യാ 54 അധ്യായ അവസാന വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. യെശയ്യാ 54 वो यशायाह 54 अध्याय उसके आखिरी वचनों में लिखा हुआ है. ഒരു ആയുധം തീർക്കുന്ന കൊല്ലനെ ദൈവമാ സൃഷ്ടിച്ചത്. हमें जो हमें खड़ा हुआ है उनको परमेश्वर ने सृष्टि किया हुआ है. അപ്പോൾ അവര് ഓരോ ആയുധങ്ങൾ തീർക്കും. ആ തീർക്കുന്നതിനാൽ നശിപ്പിക്കുവാൻ സംഹാരകനെ സൃഷ്ടിച്ചതും കർത്താവാണ്. क्योंकि हमें जो सब कुछ नाश करने के लिए नाश करने वालों को सृष्टि किया वो भी परमेश्वर है. നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കയില്ലെന്ന് പറഞ്ഞു. तुम्हारे विरोध में आते हुए कोई भी हथियार सफल ना होंगे वचन कहते हैं. ബന്ധനം നമ്മൾ ദേഹത്തെ കെട്ടിയിട്ടിട്ട് പ്രാർത്ഥിച്ചു വസിച്ചുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. हमें जो बंधन को हमारा शरीर में बांध के रखे हम प्रार्थना उपवास करने से कोई फायदा नहीं है. ഓരോ ദേവീ ദേവന്മാരുടേതാണ്. क्योंकि वो सब एक एक देवी देवताओं का है. കറുപ്പ് ഭദ്രകാളിയുടേതാണ്. കറുപ്പ് जो काला है वो भद्रकाली है, उनका है. അതാണ് കുഞ്ഞുങ്ങളെ ജനിച്ചു കഴിയുമ്പോൾ 28 കെട്ടുന്നത്. हमें वो है क्योंकि बच्चा जन्म होके 28 दिन में वो रस्सी बांध लेता है उसके कमर में. വീട് വെച്ചാൽ പാല് കാച്ചും, അത് പൊങ്കാലയാണ്.
जो घर बनाएगा वो वहां पर जो दूध को उबलता है, वो वहां पर जो मंदिर में उन्होंने जो उबालता है, जो चावल उबालता है, वैसा है। കുറ്റി കുറ്റി വെക്കുന്നത് മുതൽ ദൈവദാസന്മാര് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ പ്രാർത്ഥിച്ചിട്ട് ഈ പാലുകാഴ്ച മടവരക്കകത്ത് വേണോ? हमें जो प्रार्थना करके हमें जो शुरुआत करते हुए घर है, उसको घर बनने की बात, वो घर के अंदर ऐसा दूध को उबाल के चढ़ाना वो जरूरी है क्या प्रभु का बच्चा का जीवन में? നമ്മൾ തന്നെ നമ്മുടെ വീട്ടിനകത്ത് ബന്ധനം കൊണ്ട് വെച്ചിട്ട് ബന്ധന വഴിയും കെട്ടുകളഴിയും ആരാധന ഒരർത്ഥവും ഇല്ല ഇതിനകത്ത്. आमीन। हम हमारे घर के अंदर बंधन लाके रखने की बात, आराधना में बंधन खुल जाएंगे, छुटकारा हो जाएंगे बोलने से कोई मतलब नहीं है। ഉത്തരഭാരത സ്ത്രീകൾ ഇതിലെ ഇങ്ങനെ ഒരു ചിന്തൂരപ്പൊടിയുണ്ട്. हाँ, उत्तर भारत में ऐसा होता है, या सिंदूर डालता है माथे पे। അർത്ഥമില്ലെങ്കിൽ എന്തിനാ അത് ഇടുന്നത്? आमीन। वो क्यों डालता है? ഈ ഓരോന്നിനും ഓരോ നാമവും അതിനോരോ പേരുകളും അതിനോരോ ശക്തികളും ഉണ്ട്. हर एक कामों के पीछे एक एक नाम और एक शक्ति है, एक हमें उदाहरण के साथ उन लोग करते हैं। ഇങ്ങനെ ആചാരത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ജനത്തെ ऐसा जो रीति रिवाज के बंधनों में फंसा हुआ लोगों को പിശാച് ബന്ധിച്ച് കെട്ടിവെച്ചിരിക്കുക. जो शैतान ने बांध के रखा हुआ है। എന്റെ യേശു പറഞ്ഞു ആ കെട്ടഴിക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. अरे यीशु ने कहा है, उस बंधन से उन्हें आजादी देने के लिए, मुक्ति देने के लिए मैं आया हूँ। പിശാച് കെട്ടിവെച്ചിരിക്കുന്ന ബന്ധനത്തെ അഴിക്കാനല്ലോ ദൈവപുത്രൻ ഭൂമിയിൽ പ്രത്യക്ഷനായത്. उससे शैतान के बंधनों को खोलने के लिए परमेश्वर के पुत्र इस धरती पर आया है। ഈ അതിൽ നിന്നുകൊണ്ട് ഉരുത്തിരിയുന്നതാണ് ഈ ശക്തികള്. उसी में से निकल के आते हुए है सारे शक्तियां। എനിക്ക് ഒരാളെ അറിയാം, प्रभु के दास एक व्यक्ति को जानते हैं, നേരിട്ട് അറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. क्योंकि उनको आमने सामने जानते हो, ऐसा पहचानते हो। അവരുടെ വീടിന്റെ പണി നടക്കുക. उनका घर का काम हो रहा है। ആ വീട്ടിലെ ഒരു നിധി ഈ ആളിന് കിട്ടി, നിധി കിട്ടി, നിധി. उस घर से उनको एक खजाना मिला है। അതുകൊണ്ടൊന്ന് വീട്ടിൽ പാത്തു വെച്ചു. उसने वो लेके आके अपने घर में छुपा के रखा। എന്നാൽ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഈ എടുത്ത ആളിന് ഒരു തലവേദന ആരംഭിച്ചു. लेकिन 3 महीना के बाद ये लिया हुआ व्यक्ति को सिर दर्द शुरू हो गया। അന്ന് കാലത്ത് വെല്ലൂർ ആശുപത്രി കൊണ്ടുപോയി. उस समय वेल्लूर में एक हॉस्पिटल है, वहां पर लेके गया। തലയോട്ടി ഇളക്കി. उसका सिर का जो खोपड़ी निकाल दिया। അങ്ങോട്ട് സുഖമായി പോയി, ഇങ്ങോട്ട് ശവമായി കൊണ്ടുവന്നു. वहां से चंगाई के साथ गया हुआ वापस आने के समय डेड बॉडी होके लेके आया। 3 മാസത്തിനകം കൊണ്ട് 3 മരണം ഒരു വീട്ടിലുണ്ടായി. 3 महीना के अंदर 3 मृत्यु उस परिवार में हुआ। നീതിമാന്റെ വീട്ടിൽ ദുഷ്ടന്റെ അനീതിയുടെ നിക്ഷേപമുണ്ടോ എന്ന് ചോദിച്ചു. धर्मी व्यक्ति के घर के अंदर अधर्मी जो दुष्टों का जो संपत्ति है क्या करके वचन पूछते हैं। എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരാള്, प्रभु के दास स्पष्ट रूप से जानते हुए एक व्यक्ति, അവരൊരു റെയിൽവേ സ്റ്റേഷനിലെ ആ കസാരയിൽ ഇരിക്കുകയായിരുന്നു. और रेलवे स्टेशन में एक कुर्सी में बैठे थे। അപ്പൊ വേറെ ആള് അവിടെ ഇരുന്നിട്ട് ആൾ എഴുന്നേറ്റങ്ങ് പോയി. दूसरे एक व्यक्ति वहां पर बैठ के उड़ के चले गया। ആ ആളിന്റെ പെട്ടി ഇയാൾ അടിച്ചു മാറ്റി. उस व्यक्ति का जो सूटकेस था ये व्यक्ति ने उठा लिया। ആ പെട്ടി തുറന്ന് വീട്ടിൽ കൊണ്ട് തുറന്ന് വന്ന് അറച്ചു പണമാ. हमें ये पेटी उसने घर पे लेके जाके खोल के देखने के समय उसमें पूरा पैसा से भरा हुआ है। ഏതായാലും ഇവരുടെ വീട്ടിൽ പ്രശ്നങ്ങളാ. तो इनके घर में समस्या है। 3 പിള്ളേരുണ്ട്. 3 बच्चे हैं। കെട്ടഴിക്കുക കെട്ടുക കെട്ടഴിക്കുക കെട്ടുക, കല്യാണം ഭിറ്റാകുന്നില്ല. हमें बंधन में जाता है, खुलता है, जाता है, लेकिन उनका शादियां नहीं होते हैं। കുടുംബം നശിക്കുക കിടന്ന്. जो परिवार बहुत नाश की ओर जा रहा है। അവര് സഭ നല്ല സാക്ഷി പറയുന്നവര് കൈയടിക്കുന്നവരുമാ. तो कलीसिया में अच्छा गवाही बोलने वाला, ताली बजाने वाला व्यक्ति है। എനിക്ക് ആ പിന്നെ മല്ലപ്പള്ളി മാമൂട്ടിലൊരു അച്ചായനെ അറിയാം. प्रभु के दास जानते हैं, जो मल्लपल्ली मामूट करके जगह में एक अंकल, അച്ചായൻ വിശ്വാസിയാ. वो एक विश्वासी है।
അച്ചായന് അങ്ങോട്ട് പോയപ്പോൾ ഒരു കല്ലേൽ ഒരു മാല ഇരിക്കുന്നത് കണ്ടു, മാല. वो जाने के समय देखा है कि एक पत्थर में एक माला डाल के रखा है। എനിക്ക് തോന്നുന്നു തോമസൻ ഭാഷയുടെ മിസ്സസ് കടുവാക്കുളംകാരത്തെയാന്ന് തോന്നുന്നു. ആണോ ഭാഷ? ഓക്കെ, ഭാഷയൊക്കെ ഞാൻ പറയുമ്പോ മനസ്സിലാവും. ഈ പുള്ളി അടിച്ചോണ്ട് പോയി. हमें उसने वो उठा के लेके गया, അതുകൊണ്ട് വിറ്റ് കാശ് മേടിച്ചു. उसने वो बेच के पैसा लिया। ഏതായാലും ഈ സ്ത്രീ നായർ സ്ത്രീ ആയിരുന്നു, പ്രശ്നം വെച്ചു. उसने एक नायर परिवार के थे, उसने एक प्रश्न रख के देखा। ആ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ വിഷയങ്ങൾ ഒത്തിരി സങ്കീർണമായി. उसमें हमें सब कुछ बातें खुल गया। ഈ ആള് ഹിമം പോലെ വെളുത്തു, ശരീരത്തെ തൊലി മുഴുവൻ പോയി. इनका शरीर ऐसा हो गया कि पूरा सफेद हो गया, उनका चमड़ा पूरा निकल गया। അപ്പൊ ഞാൻ രാജകോട്ട് ശുശ്രൂഷിക്കുമ്പോൾ राजकोट में सेवागाई करने के समय എന്റെ ഒരു വിശ്വാസിയെ ഒരു വീടിന്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടി വിളിച്ചോണ്ട് പോയി. एक विश्वासी ने उनका घर का अनुग्रह के लिए बुला के लेके गया, ब्लेसिंग ആ करने। വീടിന്റെ സ്റ്റെപ്പേ കാല് വെച്ചപ്പോൾ ദൈവാത്മാവനോട് ഒരു കാര്യം പറഞ്ഞു. उस जो घर के स्टेप में जब कदम रखा था तब परमेश्वर ने एक बात ने ऐसा कहा। ഞാൻ അതിനെ വളരെ ചിന്തിച്ചിങ്ങനെ. मैं बहुत सोचने लगा। അപ്പോൾ അദ്ദേഹത്തിന്റെ വീട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോരുന്നു. उनका घर को प्रार्थना करके निकला। അദ്ദേഹത്തിന്റെ അളിയൻ എന്റെ വിശ്വാസിയാണ്. उनका जो जीजा था वो पास्टर के विश्वासी है। ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്ററെ, ബ്രദറെ, ആ വീട്ടിൽ ഭയങ്കര പിശാച് കുടിയിരിക്കുക എന്ന് പറഞ്ഞു. मैंने उनको कहा, भाई देखो उस घर में बहुत सारे शैतान के बंधन है, शैतान वहां पर बैठते हैं। ഞാൻ അദ്ദേഹത്തോട് ദൈവവചനം പറഞ്ഞിട്ട് പറഞ്ഞു, ദൈവത്തെ വിളിക്കാൻ ഇറങ്ങില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം വെളുപ്പിക്കുമെന്ന് പറഞ്ഞു. मैंने उनको कहा, तुम परमेश्वर को पुकारेगा, परमेश्वर के पास लौट आएगा नहीं तो तुम्हारा परिवार पूरा नाश होने वाला है। ഏതായാലും ഇന്നും അദ്ദേഹം അവിടെ ഉണ്ട്. लेकिन आज तक वो वहां पर है। കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. आंख का रोशनी चली गया। 37 വയസ്സിൽ അദ്ദേഹത്തിന്റെ പെങ്ങളുടെ കല്യാണം നടന്നു. 37 उम्र में उनका बहन का जो शादी हुआ। 7ാമത്തെ ദിവസം ഭർത്താവ് മരിച്ചു. 7वां दिन में उनका पति गुजर गया। ഒരു മാല വീട്ടിലിരുന്ന് മുടിച്ച് നശിപ്പിക്കുക. हमें एक माला घर पे रहकर पूरा परिवार को ऐसा नाश करने लगा है। പിശാചിനെ വിളിച്ച് മെരക്കകത്ത് കയറ്റിയിട്ട് എത്ര ഉപവസിച്ച് പ്രാർത്ഥിച്ചാലും ബന്ധനം വഴിയത്തില്ല. അവർക്ക് വലിയ ആശുപത്രിയാണ് നല്ലത്. हमें शैतान को बुला के घर के अंदर बिठा के कितना भी उपवास प्रार्थना करे, उनको छुटकारा नहीं मिलेंगे, उनको बड़ा हॉस्पिटल का ही जरूरत है। ദുഷ്ടന്റെ ഒന്നും നമ്മുടെ കയ്യിലില്ല എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഏത് ശത്രുത വന്നാലും ദൈവം അടിച്ചു കളയും. दुष्टों का कुछ भी हमारे घर पे रखना नहीं है, क्योंकि वो रखेगा तो हमारा घर का पूरा नुकसान होने वाला है। ഈ രോഗശാന്തിയെ കുറിച്ച് പറയാൻ എനിക്ക് ധൈര്യമുള്ളത് അതുകൊണ്ടാ. ये बीमारी का चंगाई के बारे में बोलने के लिए मुझे इसलिए हियाब है। സമയം പോയി ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. समय आगे गया है, एक बात बोल के मैं खत्म करना चाहता हूँ। ഞാൻ സ്കൂളിൽ നിക്കറിട്ടോട് നടക്കുന്ന കാലത്ത് जब प्रभु के दास स्कूल में आप पैंट डाल के जाने के समय എന്റെ അമ്മയുടെ കൂടെ ഇട്ടിയപ്പാറ ചന്തയിൽ പോയി. पास्टर के माँ के साथ बाजार में गया। അപ്പൊ എതിരെ കടയിൽ നിന്ന് ഒരു മാതാവ് മടിയിൽ നിന്ന് പൈസ എടുത്തു കൊടുത്തപ്പോ ഒരു 10 രൂപ നോട്ട് താഴെ വീണു. जो सामने दुकान में एक माँ ने अपना गोद से पैसा निकाल के दुकान में देने के समय 10 रुपए नीचे गिरा। അപ്പോ ഞാനത് കണ്ട് കാലെ തോണ്ടി എടുത്ത് പോക്കറ്റ് ഇട്ടു. मैंने वो देखा, पैर से उठा के अपना पॉकेट में डाला। അന്ന് കാലത്ത് 3 പൈസയാ ബോണ്ട, പരിപ്പട, സുഖിയൻ, ചായ എല്ലാത്തിനും 3 പൈസയേ ഉള്ളൂ. उस समय अगर जो कुछ खाने का है तो 3 पैसा में मिल जाता है। ചെട്ടിമുക്കിനൊരു ചായക്കടയോട് ഇഷ്ടം പോലെ മേടിച്ചു തിന്നു. वहां पर एक चाय का दुकान है, वहां पर जाके मैं बहुत कुछ खाया। 2 പ്രാവശ്യമായിട്ട് അദ്ദേഹം ആ 10 രൂപയുടെ ബാക്കി എനിക്ക് തന്നു. 2 बार होकर उसने वो 10 रुपए का बाकी मुझे दे दिया। വീട്ടിൽ കൊണ്ടുവന്ന് പൂഴിക്കകത്ത് പാത്ത് വെച്ച് ഓരോ പൈസ 2 പൈസ കൊണ്ടുവന്ന് കപ്പലണ്ടി മുട്ടായി മേടിച്ച് തിന്നു തീർത്തു. वो पैसा लेके आके छुट्टा लेके आके घर के अंदर छुपा के रखे, हमें थोड़ा थोड़ा निकाल कर जो कुछ खाने का चीज लेके खाते रहा। അന്ന് ആ 10 രൂപ എടുത്ത കാലത്ത് എന്റെ വീടിന്റെ അടുത്ത് 15 രൂപയ്ക്ക് 1 സെന്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞു. 15 രൂപയ്ക്ക്. അപ്പം 10 രൂപയുടെ മൂല്യം മനസ്സിലായല്ലോ.
वो 10 रुपये का मूल्य आप समझना, उस समय मेरे घर के पास वो 15 रुपये देगा तो वो जमीन देगा करके एक व्यक्ति ने बोला है। ഇന്ന് 4 ലക്ഷം രൂപ കൊടുത്താൽ കിട്ടത്തില്ല. आज 4 लाख देगा तो वो नहीं मिलेगी। എന്നാൽ സമയത്തിന്റെ നീക്കത്തിൽ ഞാൻ വിശ്വാസത്തിൽ വന്നു. लेकिन समय के आगे बढ़ने से मैं विश्वास में आया। ഞാൻ ഒരു വീട്ടിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോ एक घर में उपवास प्रार्थना में बैठने के समय പണ്ട് കാലത്ത് രാവിലത്തെ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും പോകും. तो पहले के समय में ऐसा है, शुरुआत का प्रार्थना होके सुबह सब निकल जाता है। അഭിഷേകം പ്രാപിച്ചവർ തന്നെ 2ാം സെഷനിൽ ഇരിക്കും. अभिषेक प्राप्त किया वो लोग दूसरा सेशन में बैठ जाता है। വൈകിട്ടത്തെ പൊതുയോഗം കഴിഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിടും. जो शाम का आराधना होने के बाद सबको भेजेंगे। ആത്മാവ് പ്രാപിച്ചവർ മാത്രം വരുന്ന 2ാം സെഷൻ പ്രാർത്ഥന നടത്തും. दूसरा जो सेशन में आत्मा प्राप्त किया वो लोग बैठ के प्रार्थना करते हैं। ഞാനും പ്രാർത്ഥനയിൽ ഇരിക്കുക. അവിടെ प्रभु के दास भी उधर प्रार्थना में बैठा है। ഒരുപാട് കാര്യങ്ങൾ എന്റെ കണ്ണിന്റെ മുമ്പിൽ വന്ന്, ഞാൻ ടി വി കണ്ടിട്ടില്ല, കാര്യങ്ങൾ വന്ന് കണ്ടു. हमें उस समय टीवी नहीं देखा है, लेकिन बहुत सारे बातों प्रभु के दास की आंखों के सामने दिखाई दिया। ഞാൻ 78 കാര്യമാണ് പറഞ്ഞു. 78 കാര്യമാണ് പറയുന്നത്. 78 की बात कहता है। അപ്പോൾ അവസാനം ഒരു 10 രൂപ നോട്ട് വന്ന് ഇങ്ങനെ എന്റെ കണ്ണിന്റെ മുന്നിൽ നിൽക്കുക. तभी एक 10 रुपया का नोट मेरे आंखों के सामने आके खड़ा है। ഞാൻ ആത്മാവിനെ പ്രാപിക്കുന്നതിന് തടസ്സമാ 10 രൂപയാ. जो आत्मा की अभिषेक प्राप्त करने के लिए प्रभु के दास का रुका बट उस 10 रुपया था। ഞാൻ ദൈവത്തോട് പറഞ്ഞ ആ സ്ത്രീ ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. प्रभु के दास ने प्रभु से कहा, प्रभु वो स्त्री कौन है करके मैं नहीं जानता हूँ। ഞാൻ പ്രായശ്ചിത്തമായി 100 10 രൂപ നോട്ട് കൊടുക്കാം, എനിക്ക് ആത്മാവിനെ വേണമെന്ന് പറഞ്ഞു. मैं उसके बदले में कितना भी 10 रुपये देंगे, लेकिन मुझे उस आत्मा का अभिषेक मुझे चाहिए। ഒരു വലിയ ശക്തി എന്റെ മേൽ വന്നു, അന്യ ഭാഷ സംസാരിക്കാൻ തുടങ്ങി. एक बड़ा शक्ति मुझ पर आया, अन्य भाषा में आराधना करने लगा। ആ വന്നു രോഗശാന്തിയോടുകൂടെ ആ ശുശ്രൂഷ എനിക്ക് തന്നത്. हमें उस पवित्र आत्मा का अभिषेक, बीमारी का चंगाई का जो अभिषेक के साथ दिया गया। എന്റെ മോൻ ഗുജറാത്ത് ഗോത്രയിലാണ് ജനിച്ചത്. प्रभु के दास का जो बेटा है गुजरात बॉर्डर में जन्म हो गया। അവൻ ജനിക്കുമ്പോൾ എന്റെ കയ്യിൽ 30 രൂപ ഉണ്ട്. 30 രൂപ. तो प्रभु के दास के बेटा जन्म होने के समय प्रभु के दास के हाथ में केवल 30 रुपये थे। ഗവൺമെന്റ് ആശുപത്രിയിൽ 30 രൂപ കൊടുത്തു. गवर्नमेंट हॉस्पिटल में 30 रुपये दे दिया। ഇന്ന് വരെ എന്റെ ഭാര്യയ്ക്ക് പ്രസവ സംബന്ധമായ ഒരു ശുശ്രൂഷകളും ചെയ്തിട്ടില്ല. आज तक प्रभु के दास के पत्नी को जो डिलीवरी का समय करने का जो कोई भी सेवकाई अभी तक नहीं किया। ഇന്നും അമ്മയും മോനും സുഖമായിട്ടിരിക്കുന്നു. आज भी माँ बेटा अच्छे से रहा है। അപ്പോൾ കുഞ്ഞ് ഒരു 2 മാസം പ്രായമുള്ളപ്പോൾ 2 महीना का उम्र समय होने के समय ബറവടായി ഞങ്ങളുടെ റീജിയന്റെ കൺവെൻഷൻ നടക്കുക. बड़ौदा में रीजन का कन्वेंशन हो रहा था। എല്ലാവരും കുഞ്ഞുങ്ങളെ നല്ല പൊതിഞ്ഞ് പൗഡർ ഒക്കെ ഇട്ട് ക്രീമൊക്കെ തേച്ച് ഇങ്ങനെ കൊണ്ടുവരുമ്പോ सभी लोग अपने बच्चों को ऐसा पाउडर डाल के, क्रीम सब डाल के ऐसा कपड़ा में लपट के लेके आने के समय എന്റെ കുഞ്ഞിന്റെ ദേഹത്തിടാൻ ഒരു ഉടുപ്പില്ലാത്തവനായിരുന്നു ഞാന്. हमें प्रभु के दास का बेटे के शरीर में एक शर्ट डालने के लिए नहीं होती हुई अवस्था में थे। प्रभु के दास സമയമായതുകൊണ്ട് ദേഹം മുഴുവൻ ഒരിഞ്ഞിരിക്കുക. ദേഹം മുഴുവൻ ഇങ്ങനെ ഒരിഞ്ഞിരിക്കുക. वो ठंडी का समय था, इसलिए शरीर पूरा ऐसा जो एकदम जैसे नरम होके बैठा हुआ है। എന്റെ കയ്യിൽ 8 രൂപ ഉണ്ട്. 8 രൂപ എന്റെ കയ്യിലുണ്ട്. प्रभु के दास के हाथ में 8 रुपये थे। 13 രൂപയ്ക്കൊക്കെ ഒരു ബേബി ക്രീം കിട്ടും. 13 रुपये देगा तो एक बेबी क्रीम मिलता है। ഞാൻ ഒരു 5 രൂപ ആര് തരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ പോവാ. अब 5 रुपया कौन देंगे करके ऐसा सोच के जा रहा था। അപ്പൊ മട്ടകഞ്ചിലോട്ട് ഇങ്ങനെ ഒരു സൈക്കിൾ ഉണ്ട്. സൈക്കിളിൽ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോവാ ഞാൻ. एक साइकिल थे, वो साइकिल ऐसा चला के ले जा रहे थे। ഒരു 5 രൂപ നോട്ട് ഇങ്ങനെ വഴിയില് ഇങ്ങനെ മടങ്ങി കിടക്കുന്നു. 5 रुपया का एक नोट ऐसा रास्ता में ऐसा पड़ा हुआ है। എനിക്ക് പെട്ടെന്ന് അത് ഞാൻ സൈക്കിൾ നിർത്തി എടുക്കാൻ നോക്കി. जल्दी साइकिल को रुका के मैं पैसा लेने के लिए कोशिश किया। 5 രൂപ അല്ലെങ്കിൽ ആവശ്യപ്പെട്ട 5 രൂപ ഉണ്ടല്ലോ. 5 रुपया का जरूरत था, 5 रुपया तो मिला। ഞാന് അത് എടുക്കാൻ തുടങ്ങിയപ്പോ ദൈവത്തിന്റെ ആത്മാവ് പഴയ 10 രൂപ എനിക്ക് ഓർമ്മ വരുത്തി. और निकालने के लिए जा रहा था, तभी परमेश्वर की आत्मा मुझे याद दिलाया पहले का जो 10 रुपया। ഞാൻ ആ പൈസ എടുത്തില്ല. मैंने पैसे नहीं उठाए। അന്ന് കൺവെൻഷന് പ്രസംഗിക്കുന്ന PM വെലിപ്പച്ചനാ പ്രസംഗിക്കുന്നത്. उस दिन कन्वेंशन में PM फिलिप करके एक भाषण दे रहा था। ഒരു കാര്യം
കസാര കിട്ടി, അതേ ഞാൻ ഇരിക്കുക. एक काली कुर्सी मिला, वहां पर जाके मैं बैठ गया. എന്റെ അരിക്കലിരുന്ന അന്ന് ഗുജറാത്തിലെ ഗാന്ധിധാമിലെ സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുന്ന ഒരു അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. गांधीधाम सेक्रेटरीट में काम करने वाला एक अंकल थे, वो सामने बैठे हैं. അദ്ദേഹം കയ്യിൽ എന്റെ കയ്യിൽ ഇങ്ങനെ മടക്കി എന്തോ തന്നു. उसने ऐसा हाथ मुड़ के कुछ प्रभु के दास के हाथों में दे ഭൂമി दिया. പത്ത് തുറന്നു നോക്കിയപ്പോൾ 100 രൂപ ഉണ്ട്, 100 രൂപ. घर में आके खोल के देखने के समय उसमें 100 रुपये थे. ഈ 5 രൂപയും ഭൂതത്തെ കൂടെ എന്റെ വീട്ടിൽ കൊണ്ടുവരുന്നത് നല്ലത്. ദൈവത്തിന്റെ മനസ്സുകൊണ്ട് അതിന്റെ 20 മടങ്ങ് തന്ന കർത്താവ് എന്റെ കർത്താവ്. आमेन. ये 5 रुपया और भूत को मेरे घर में लेके आने से बढ़कर उसके 20 गुना बढ़ा के परमेश्वर मुझे दे दिया. ഞാൻ സഭാ പാസ്റ്ററായിട്ട് ഇരുന്നിട്ടുണ്ട് ഇപ്പോഴും. प्रभु के दास कलीसिया का पासवान होके बैठा है, अभी भी है. വിശ്വാസികൾ കൊണ്ടുത്തരുന്ന പാഠം എങ്ങനെയുള്ളതാണെന്ന് ഞാൻ നോക്കിയിട്ട് അത് ഉപയോഗിക്കത്തുള്ളൂ. विश्वासी लोग लेके आते हुए पैसा वो कैसा लेके आता है करके मैं देखकर इस्तेमाल करते हैं. ഞാൻ മേടിച്ചാലും അത് എനിക്കിഷ്ടമല്ല എങ്കിൽ ഞാൻ മറുഭാഗത്ത് വേറെ കൊടുക്കും. അത് अगर मैं लेगा मुझे पसंद नहीं है तो मैं दूसरा किसी को दे देंगे. എന്റെ യേശു പറഞ്ഞു പിശാചിന്റെ കെട്ടഴിക്കാനാണ് ദൈവപുത്രൻ ഭൂമി വന്നത്. मेरे यीशु मसीह हमें शैतान के बंधनों को खोलने के लिए इस दुनिया में आए हैं. അറിവില്ലായ്മയുടെ കാലത്തെ ദൈവം ഗണ്യമാക്കത്തില്ല. अनजान के समय को परमेश्वर लेकर नहीं लेता है. നീ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം നിന്നോട് ക്ഷമിക്കും. तो परमेश्वर से बोलेगा, परमेश्वर तुझे क्षमा करेगा. നീ പ്രാർത്ഥിച്ചാൽ രോഗശാന്തി ഉണ്ടാകും. तुम प्रार्थना करेगा तो बीमारी का चंगाई हो നീ जाएगी. പ്രാർത്ഥിച്ചാൽ സാത്താൻ ഓടിപ്പോകും. तुम प्रार्थना करेगा तो शैतान भाग जाएगा. ആദ്യം നീ സാത്താനെ ഓടിക്കണം. आमीन. वैसा तुम शैतान को भगाना है. എന്നിട്ട് പറയുമ്പോൾ സാത്താൻ വിട്ടുപോകും. आमीन. तुम जो आमीन सीधा होने के बाद शैतान को बोलेंगे, शैतान तुम्हें छोड़ देगा. ഒരുപാട് ജീവിതത്തിന്റെ അനുഭവത്തിന് ഒരുപാട് തുറന്നു വെക്കാനുണ്ട്. आमीन. जिंदगी के अनुभव से बहुत कुछ ऐसा खोल के बोलने के लिए. നാം നമ്മെ ദൈവം വിളിച്ചത് രോഗശാന്തിക്കാണ്. हमें परमेश्वर बुलाया है बीमारी का चंगाई के लिए. മക്കളെ അധ്വാനിക്കുന്ന കാശ് കൊണ്ടുപോയി ആശുപത്രി കൊടുക്കാനല്ല. बच्चे लोग जो कमा के देते हुए पैसा लेके जाके हॉस्पिटल में देने के लिए नहीं है. അവരുടെ അധ്വാനം കൈവച്ച് പ്രാർത്ഥിക്കണം. आमीन. उस समय तुम हाथ रख के प्रार्थना करना है. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗശാന്തി കൊണ്ട് എന്ന്. आज भी प्रार्थना करने के समय बीमारी का चंगाइयां होता है. ദൈവത്തിന്റെ സന്നിധി നമ്മൾ വിശ്വസ്തരായാൽ परमेश्वर के चरणों में हम विश्वस्त बन जाएंगे. കർത്താവ് പറഞ്ഞ ഓരോ രോഗത്തിനും ആത്മാവുണ്ട്. परमेश्वर ने बोला है हर एक बीमारी के पीछे एक आत्मा है. ഏത് രോഗത്തെ ശാസിച്ചു അവിടെയെല്ലാം രോഗാത്മാവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. कहां पर भी जो बीमारी को डांटा है तो वहां पर बीमारी की आत्मा है करके वचन कहते हैं. അപ്പോൾ നീതി സൂര്യൻ രോഗ ഉപശാന്തിയോടുകൂടെ ഉദിക്കും. तब धार्मिकता का जो सूरज है हमें चंगाई की आत्मा के द्वारा प्रकट हो जाएंगे. നമ്മളെ സൗഖ്യമാക്കാനാണ് യേശു വന്നിരിക്കുന്നത്. हमें चंगाई देने के लिए प्रभु यीशु मसीह आया है. പൗലോസ് പറഞ്ഞു ചിലർക്ക് രോഗശാന്തിയുടെ വരമുണ്ടെന്ന് പറഞ്ഞു. पौलुस ने कहा है कुछ लोगों को बीमारी का चंगाई का वरदान ഈ है. വരം നമ്മൾ പ്രാപ്തരാക്കണം. ये वरदान हम प्राप्त करना जरूरी है. നമ്മൾ ആദ്യം രോഗശാന്തി പ്രാപിക്കണം, പിന്നെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. पहले हम बीमारी के चंगाइयों को प्राप्त करना है और हम विश्वासियों के लिए प्रार्थना करना. അതാണ് വിശ്വാസം. അതാണ് ഒരു പാസ്റ്റർ തിയോളജി. പാസ്റ്റർ ജോലി അതാണ്. हमें एक प्रभु के सेवक का काम यही है कि हमें वो प्राप्त करके दूसरों को देना. സമയം പോയത് കൊണ്ട് അവസാനിപ്പിക്കട്ടെ. हमें समय तो आगे बढ़ गया है, इसलिए समाप्त करना चाहता हूँ. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. पिता परमेश्वर हम सभी को आशीष करें. ഇതൊരു നവീന ഉപദേശമായിട്ട് തോന്നും എല്ലാവർക്കും. കാരണം ന്യൂ ജനറേഷൻ ആണ്. एक नवीन उपदेश का जैसा आप लोगों को लगेंगे क्योंकि आजकल सब न्यू जनरेशन है. ഞാൻ പഴയ മനുഷ്യനായതുകൊണ്ടാ പറഞ്ഞതെന്ന്. मैं जब पुराना मनुष्य है इसलिए बताता हूँ. സർവ്വദയാലുവായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. सर्वदयालु परमेश्वर हम सभी को आशीष करें. തോമസ് സംഭാഷകന്റെ ചാൻസ് തന്നതിന് വളരെ നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ऐसे एक अवसर दिया इसलिए परमेश्वर धन्यवाद करता हूँ. प्रभु ने बहुत ऐसी आशीष करें.